കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. സിൽവർ ലൈൻ പദ്ധതി ഇനിയില്ല. പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കാൻ ഇറക്കിയ ഉത്തരവ് സർക്കാർ റദ്ദാക്കി. കേസുകൾ റദ്ദാക്കണമെന്ന് കോടതിയോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ തീരുമാനം. മഞ്ഞക്കുറ്റികൾ മാറ്റാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം. സ്വാഗതം ചെയ്ത സമരസമിതി. കാലാവധി തീരുന്ന PSC ലിസ്റ്റുകൾ നവംബർ 31 വരെ നീട്ടാൻ സർക്കാരിന്റെ തീരുമാനം. ചികിത്സാ പിഴവിൽ മരിച്ച വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭാ തീരുമാനം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചെന്നും വേദിയിലിരിക്കുമ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞത് എന്നും മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞാ വേളയിൽ പിതാവിന്റെ പേര് പരാമർശിച്ചതിനെ ചൊല്ലിയുള്ള ആരോപണങ്ങളെ മുഖ്യമന്ത്രി തള്ളി. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആവുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് രണ്ടുപേരും. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞു. എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കി. വകുപ്പ് വിഭജനം വൈകിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. K മുരളീധരന് ആരോഗ്യവും കായികവും, റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യും. M ലിജുവിന് എക്സൈസും സഹകരണവും. പട്ടിക ഗവർണർക്ക് മുഖ്യമന്ത്രി കൈമാറി. പ്രോട്ടം സ്പീക്കറായി G സുധാകരൻ ലോക്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്തു. MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള കാരണം പിണറായിയുടെ ധാർഷ്ട്യമാണെന്ന് നേതാക്കൾ. CM ഓഫീസിൽ സാധാരണക്കാരന് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും മുഷിഞ്ഞ ഷർട്ട് ഇടുന്നവരോട് മാറി നിൽക്കാൻ പറയുമെന്നും വിമർശനം. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ടപരോൾ. 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 5 പ്രതികൾക്ക് അനുവദിച്ചത് 20 ദിവസത്തെ പരോൾ. പരോൾ അനുവദിച്ചത് കലാപ നീക്കത്തിനെന്ന് ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. മത്സരം വൈകിട്ട് 7:30 മുതൽ ഈഡൻ ഗാർഡൻസിൽ.